ഞാനിപ്പോൾ നിൽക്കുന്നത് ഞാൻ 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ പഠിച്ച എൻ്റെ സ്കൂളിൻ്റെ മുറ്റത്താണ്. ഒരുപാട് ഓർമ്മകൾ ബാക്കിയാക്കി പോയ എൻ്റെ പഴയ സ്കൂളിൽ 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ ഈ മുറ്റത്ത് കൂടെയാണ് ഞാൻ നടന്നത്. പഠിച്ചത് ഇവിടെ നിന്നാണ്. ഒരുപാട് ഓർമ്മകൾ ബാക്കിയാക്കിയൊരു സ്ഥലമാണിത്. ഈ ഭാഗത്തായിരുന്നു അന്നത്തെ 2-ാം ക്ലാസ് 3-ാം ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നത്. ഇന്നതൊക്കെ പൊളിച്ച് മാറ്റി അവിടെ കുട്ടികൾക്ക് കളിക്കാൻ്റെ ഒരു പാർക്ക് സെറ്റപ്പാണ് ഇപ്പോൾ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഒരു മുതലിൻ്റെ രൂപം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇന്നത്തെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ സ്കൂളിലുണ്ട്. നമ്മളായിരുന്ന കാലത്ത് ആകെ ഇവിടെ ഉണ്ടായിരുന്നത് ഈ ബാക്കിൽ കാണുന്ന ഈ നെല്ലിമരവും പിന്നെ ആ പുളിമരവും അതൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടെ ഒരു ഉങ്ങുണ്ടായിരുന്നു. ആ ഉങ്ങൊക്കെ മുറിച്ച് മാറ്റി അവിടെ മതിൽ കെട്ടി. അന്ന് മതിലൊന്നും ഉണ്ടായില്ല. എന്തോ ഇവിടെ നിൽക്കുമ്പോൾ ആ പഴയ കാലത്തിൻ്റെ ഓർമ്മകൾ ഇങ്ങനെ മനസ്സിൽ കൂടെ ഇങ്ങനെ കയറി വരും. അന്ന് ഞങ്ങൾ സ്കൂൾക്ക് വരാൻ ഇതിലൊരു ഇടവഴി ഉണ്ടായിരുന്നു. നേരെയുള്ള വഴിയല്ല, ആ ഡബ്ബർ തോട്ടം എന്നൊരു തെങ്ങിൻ തോട്ടമായിരുന്നു. ആ തെങ്ങിൻ തോട്ടത്തിൻ്റെ ഇടയിൽ കൂടി ഒരു ചെറിയ നടവഴി ഉണ്ടായിരുന്നു. അതിലങ്ങനെ വന്നാണ്ട് ഈ കാണുന്ന സ്ഥലത്ത് കൂടിയാണ് സ്കൂളിൻ്റെ കോമ്പൗണ്ടിലേക്ക് എത്തുക. അന്നും ഈ മരമൊക്കെ ഉണ്ട്. ഇതേപോലെ തന്നെ ഇരുന്നു അന്നും ഈ മരങ്ങളൊക്കെ. ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള മരമാകരുത്. ഈ മുന്നിൽ കാണുന്നത് നെല്ലിമരവും അതിൻ്റെ ബാക്കിൽ കാണുന്നതാണ് പുളിമരം. ആ പുളിമരത്തുമ്പോൾ എപ്പോഴും നിറച്ച് പുളിങ്ങ ഉണ്ട് കേട്ടോ. കുട്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഇപ്പോഴും അതിന്മേൽ ഫുള്ള് പുളിങ്ങുണ്ട്. അതോ ഇനി നമ്മളെ കാലത്തെ കുട്ടികളമായിട്ട് വികൃതിയൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇല്ലാത്തത് കൊണ്ടായിരിക്കുമോ എന്തോ. അതിന്മേൽ പുളിങ്ങ ഇപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു ചെറിയ സമയം കൊണ്ട് എത്രയോ വർഷങ്ങൾ ബാക്ക് അറിയാതെ പോയി. ആ ഒരു 1-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന അന്നത്തെ കാലത്തെ ഓർമ്മകളൊക്കെ അറിയാതെ മനസ്സിൽ ഇങ്ങനെ വന്നു. ഇപ്പം എന്തായാലും ഇപ്പോൾ നമ്മൾ ചെറുതായിട്ട് നമുക്കിപ്പോൾ കുട്ടിക്കളി കളിച്ചാൽ കൂടില്ല. അപ്പം ഞാൻ എന്താട്ടി അവിടെ ഒരു മുതലുണ്ടാക്കി വെച്ചു. ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് പോയി നോക്കി. ഒരു പ്രത്യേക ഫീലാട്ടോ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കുട്ടികൾക്കൊക്കെ. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഭാഗ്യമുള്ള കുട്ടികളാണ്. ഈ സ്കൂൾ ഒരു പാർക്കിൻ്റെ അതേ രൂപത്തിൽ അത്രയും സെറ്റപ്പിലാക്കി മാറ്റിയിട്ടുണ്ട്. കാണാൻ തന്നെ ഒരു പ്രത്യേക വൈബ്. ഈ സ്കൂൾ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവും 1-ാം ക്ലാസ്സിലെ ഫസ്റ്റത്തെ സ്റ്റുഡൻസ് ഞങ്ങളിന്ന് ഈ കെട്ടിടത്തിൽ 1-ാം ക്ലാസ്സിൽ ആദ്യത്തെ ഞങ്ങൾ 1-ാം ക്ലാസ്സിൽ ഇതായിരുന്നു. ഇത് 4-ാം ക്ലാസ് ആയിരുന്നു. പിന്നെ ബാക്കി 3-ാം ക്ലാസ് 2-ാം ക്ലാസ്സൊക്കെ അവിടെ ഉണ്ട്. അവിടെയാണ് കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊക്കെ പുതിയ ബിൽഡിങ്ങാണ്. ഇതായിരുന്നു ഫസ്റ്റ് ആയിട്ട് ഞാൻ സ്കൂളിൽ പഠിച്ച 1-ാം ക്ലാസ്. ഈ കാണുന്നതൊരു പുതിയ ബിൽഡിങ്ങാണ്. അതും അടിപൊളി സെറ്റപ്പിൽ തന്നെ ഒരു ഉണ്ടാക്കി വെച്ചിരുന്ന ചിത്രങ്ങളൊക്കെ വരച്ച്. പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമുക്ക് സബ്സ്ക്രൈബ്സൊക്കെ കുറവാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഫോളോ ചെയ്താണ്ടേ സബ്സ്ക്രൈബ് ചെയ്താണ്ട് ഒന്ന് സഹായിക്കണം കേട്ടോ. കൂടുതൽ വീഡിയോസുകൾ നമ്മൾ